ഇന്ന് ഞായറാഴ്ചക്കലത്തെ വിശേഷങ്ങൾ കാണാം. രാവിലത്തെ ചായ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോ ഉച്ചയ്ക്ക് ഊണിനായിട്ട് ബീഫ് കറി ഉണ്ട് രാവിലത്തെ. പിന്നെ പരിപ്പും പീച്ചിങ്ങയും കൂടെ വെക്കാന്ന് വെച്ച്. അപ്പൊ കുറച്ച് പരിപ്പ് ഇടണുള്ളൂ. ഞങ്ങൾ കുറച്ചാളുകളെ ഇന്നുള്ളൂ. കുറച്ചാളുകൾ ഇന്ന് വിരുന്ന് പോയിരിക്കിന്. അപ്പോ പരിപ്പ് അടപ്പത്തിട്ടതിന് ശേഷം വേണം പീച്ചിങ്ങ അരിയാന്. അപ്പൊ പീച്ചിങ്ങ ഒരു ചെറുതേ ഉള്ളൂ കേട്ടോ. അത് മതി. കുറച്ചേ വെക്കണ്ടുള്ളല്ലോ. പിന്നെ പീച്ചിങ്ങയിലേക്ക് അരപ്പിനായിട്ട് തേങ്ങ, 2 ചെറിയുള്ളി, 2 വെളുത്തുള്ളി, 2 പച്ചമുളകും കൂടി അരയ്ക്കണം. അപ്പോ പരിപ്പ് വന്നതിന് ശേഷം പീച്ചിങ്ങയും മഞ്ഞപ്പൊടിയും ഉപ്പും കൂടിയിട്ട് നല്ലോണം ഒന്നുകൂടെ വേവിച്ചെടുക്കണം കേട്ടോ. അപ്പൊ പീച്ചിങ്ങ ഞാൻ അരിഞ്ഞതൊക്കെ അതിലിട്ട് വേവിക്കുന്നുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. അപ്പൊ അതിനിടെ തന്നെ ഖദീജയും മുക്താറും വിരുന്നിന് വന്നിട്ടുണ്ട് കേട്ടാ. അപ്പൊ ആളിവിടെ അടുക്കളയിൽ വന്നപ്പോ ഞാൻ അവളുമായിട്ട് കഥയും പറഞ്ഞ്. പിന്നെ ഞങ്ങൾക്ക് ബബ്ലൂസ് നാരങ്ങ കൊണ്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ ഉപ്പ കടയിൽ നിന്ന് വന്നപ്പോ. അപ്പൊ അതൊക്കെ പൊളിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ കഴിക്കുന്നു. ഉപ്പയും മുക്താറും കൂടി ഒരു കച്ചവടമൊക്കെ ചേട്ടന് വയ്യാണ്ടിരിക്കുന്നുണ്ട്, അവിടേക്ക് പോയിരിക്കുന്നു. അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ ഞായറാഴ്ചക്കലത്തെ വിശേഷം. ഇന്ന് വൈകിട്ട് പിന്നെ ഞങ്ങൾക്ക് ഒരു കല്യാണം ഉണ്ട്. അത് ചിലപ്പോ പോകും. അപ്പോ എനിക്കിന്ന് കൂട്ടിനായിട്ട് ഖദീജ വന്നപ്പോ എനിക്ക് സന്തോഷായി. അപ്പൊ നമ്മളെ പീച്ചിങ്ങൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് ഒഴിക്കാം. ഇങ്ങനെ കറി വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നിങ്ങൾ വെച്ച് നോക്കണം. നിങ്ങൾ ഏത് രീതിയിൽ പീച്ചിങ്ങ വെക്കണേന്ന് കമന്റ് ചെയ്യുക. ആരും അങ്ങനെ പ്രത്യേകിച്ച് ഒരു കമന്റ് ഇടാറില്ല. വെറുതെ ഒരു കമന്റ് ഇടുന്നുണ്ട് കേട്ടോ ആൾക്കാര്. പക്ഷെ ഇങ്ങനെ എന്തെങ്കിലും ചോദിച്ചിട്ടോ അങ്ങനെയുള്ള ഒരു കമന്റും കാണാറില്ല. നിങ്ങൾക്ക് എന്നോട് സ്നേഹമല്ലേ. അപ്പൊ നിങ്ങൾ കമന്റ് എന്തെങ്കിലുമൊക്കെ ചോദിച്ച് കമന്റ് ഇടണം. അപ്പൊ ഞാന് ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതും കൂടി പറയണം. നമുക്ക് കടുകും മുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കറി കാച്ചി കഴിഞ്ഞാൽ നമ്മുടെ ഉച്ചക്കലത്തെ കറികളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോ ഇത് കാച്ചുന്നതിന്റെ ഇടയിൽ തന്നെ ഉപ്പയും മുക്താറും കൂടെ വന്നിട്ടുണ്ട്. ഇപ്പൊ ഇതൊക്കെയാണ് ഇന്ന് ഞായറാഴ്ചക്കലത്തെ വിശേഷം. അപ്പൊ നിങ്ങളെ ഞായറാഴ്ച എങ്ങനെ ഉണ്ടായിരുന്നു കമന്റ് ചെയ്യാം. ഇതൊക്കെ ഉള്ളൂ. അപ്പൊ പിന്നെ അതിന്റെ ഇടയിൽ തന്നെ ഞാൻ ചോറ് തിളപ്പിച്ച് വടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നലത്തെ ചോറുണ്ടായിരുന്നു. അപ്പൊ ഇനി പ്രത്യേകിച്ച് ഇന്ന് ചോറൊന്നും വെച്ചില്ല. പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ആ നെയ്ച്ചോറ് വെക്കാറുള്ളൂ. പിന്നെ ഇവര് പെട്ടെന്നല്ല വന്നത്. അപ്പൊ നമ്മുടെ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. രാവിലത്തെ ബീഫ് കറി ഇതെല്ലാം കൂട്ടി എല്ലാവരും ഊണ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. അപ്പൊ മുക്താറിന് പത്തിരി മതി എന്ന് പറഞ്ഞപ്പോ അത് കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അള്ളാ.